ഗൈസ് നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഗൈസ് ഞാനൊരു ചെറിയ ബ്രേക്കിലായിരുന്നു. ചെറുതായിട്ടൊന്ന് കല്യാണം കഴിക്കാൻ പോയതാണ്. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ്. ലുക്ക് എങ്ങനെയുണ്ട്? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം പറയണേ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ ചെറിയൊരു പൂജയുണ്ട്. ഇന്ന് ആക്ച്വലി വിനായക ചതുർത്ഥിയാണ്. അപ്പോൾ വിനായക ചതുർത്ഥിക്ക് ഇവിടെ ഇങ്ങനെ ഗണപതിയെ സ്ഥാപിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് അത്ര ഒരു ഐഡിയ ഇല്ല ഇതിനെപ്പറ്റി. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ ഒരു പൂജ നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന്. ഇതാണ് ഗൈസ് നമ്മുടെ പൂജാ റൂം. ഇവിടെ ആയിരിക്കും നമ്മൾ ഗണപതിയെ സ്ഥാപിക്കുന്നത്. ഇതിന് തൊട്ടടുത്താണ് നമ്മുടെ കിച്ചൺ. അക്ക എന്തൊക്കെയോ കാര്യമായിട്ട് പണിയിലാണ്. പുള്ളിക്കാരി രാവിലെ എണ്ണിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പുളിഹോരയാണ്. പുളിഹോരയും നമുക്കിവിടെ വെക്കുന്ന പ്രസാദമാണ്. ഇത് മാത്രമല്ല, 1-2 ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രസാദമായിട്ട്. This is payasam, pasham in Telangana. In Telangana it's payasam. Pasham. Okay. You already made that? Yes. What is that? That is Talagura. It's today's special, Vinayaka Chavithi special curry. Okay. Also add all the leafy vegetables and vegetables. So in this there is only leafy vegetables? Other vegetables also. Okay. ഞാൻ ആക്ച്വലി വെറുതെ ഇത് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്കൊരു പണി കിട്ടി. പായസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തേങ്ങാക്കൊത്ത് അരിഞ്ഞു കൊടുക്കാവോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. എൻ്റേതായിട്ടൊരു കോൺട്രിബ്യൂഷനും കൂടി ഇരിക്കട്ടെ പായസത്തിൽ. ഏത് What sweet is this? Pasham. That is undralu. We have to make with wheat flour. Wheat flour. Wheat flour. It's like payasam only. Yes, payasam only. ഇത് ശരിക്കും ഗോതമ്പ് പായസമാണ് ഐറ്റം. ഗോതമ്പിനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അക്കയോട് തന്നെ ചോദിക്കാം. कैसे बनाते हैं अक्का? తెలుగులో చెప్పండి. పిండిని నానబెడతారు. నానబెట్టి చిన్న చిన్న బాల్స్ లాగా చేయాలి. లైక్ దిస్. ఓకే. బాల్స్ లాగా చేయాలి. చేసిన తర్వాత దీన్ని హాట్ వాటర్ లో వేసేసి ఉడికించాలి. దెన్ వి హావ్ టు యాడ్ షుగర్. దెన్ వి హావ్ టు యాడ్ సమ్ ఫ్లోర్, నార్మల్ wheat flour. wheat flour for thickness. Okay. Then after 15 minutes that sweet is ready. Okay. So finally for garnishing we'll add this badam, coconut, dry fruits and everything. It's easy. Yes. അടുക്കളയിലെ പ്രസാദം പരിപാടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് വന്ന് നോക്കിയപ്പോൾ ഒരു കവറിൽ നിറയെ കുറേ കാടും പടലും ഒക്കെ വെച്ചേക്കുന്നു. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അക്ക പറഞ്ഞതാണ് വിനായകനെ ഒരുക്കുന്നത് ഈ ഇല വെച്ചിട്ടാണെന്ന്. వినాయకుడి పూజ లీవ్స్ తోటే చేస్తారన్నమాట. అన్ని డిఫరెంట్ టైప్స్ ఆఫ్ లీవ్స్ యూజ్ చేసి నియర్లీ 24 టైప్స్. ఓకే. ఆల్ దీస్ యు కెన్ సీ డిఫరెంట్ టైప్స్ ఆఫ్ లీవ్స్. ഇവിടെ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ ഭയങ്കര ഭക്തിയോടെയും വൃത്തിയായിട്ടും ശ്രദ്ധയോടെയൊക്കെയാണ് ഓരോ പൂജകളും ഇവർ ചെയ്യുന്നത്. അത്രമാത്രം ഡെഡിക്കേഷനാണ് ഓരോ കാര്യത്തിലും. എനിക്ക് ആക്ച്വലി കാര്യമായിട്ട് യാതൊരു പണി അറിയത്തില്ല. ഞാൻ ചുമ്മാ കുറച്ചേരം അവിടെ പോയി ഇങ്ങനെ നിൽക്കും, കുറച്ചേരം ഇവിടെ പോയി ഇങ്ങനെ നിൽക്കും. ആരിലെന്തെങ്കിലും ചെയ്യുമോ എന്നൊന്ന് ചോദിക്കുവാണെങ്കിൽ അത് ചെയ്യും. അല്ലാതെ എനിക്ക് യാതൊരു വഴി അറിയത്തില്ല. വെറും ഷോ മാത്രമാണ് എൻ്റെ. ഇന്നത്തെ ഈ പൂജയിലുള്ള എൻ്റെ കോൺട്രിബ്യൂഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ അനാറ് പൊളിച്ച് വെച്ചത് ഞാനാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ വിനായകൻ എത്തിയിട്ടുണ്ട്. ഈ കുഞ്ഞു വിനായകനെ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ സ്ഥാപിക്കുക. അതാണ് ഇന്നത്തെ പരിപാടി. നമ്മുടെ കുഞ്ഞു ഗണപതിയെ പൂജാമുറിയിൽ വെക്കുകയാണ്. ഒരു ചെറിയ പീഠം വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഗണപതിയെ വെക്കുന്നത്. ഇപ്പോൾ പൊട്ടൊക്കെ തൊട്ട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാലയൊക്കെ ഇട്ട് സുന്ദരനാക്കിയിട്ട് ഇലകളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത്തമ്മ എത്തി. അത്തമ്മ എനിക്ക് ഗന്ധം തേച്ച് തരുകയാണ്. ദിസ് ഇസ് ആക്ച്വലി ചന്ദനം. നമ്മുടെ ഫേസിൻ്റെ 2 സൈഡിലും ഇങ്ങനെ ചന്ദനം തേച്ച് തരും ഇങ്ങനെ പൂജയൊക്കെയുള്ള ദിവസങ്ങളിൽ. ഇനി നമ്മുടെ വിനായകനെ ഇലകളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാണ്. നിയർലി 24 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീവ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് പ്രസാദം വെക്കുകയാണ്. ദിസ് ഈസ് ആക്ച്വലി പഞ്ചാമൃതം. അതായത് നമ്മുടെ തൈരിനകത്ത് പഞ്ചസാരയും തേനും ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. അതും അതിൻ്റെ കൂടെ പുളിഹോര, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പായസം, അതായത് നമ്മുടെ ഗോതമ്പ് പായസം ഒക്കെ റെഡിയാക്കി വെക്കുകയാണ്.
അങ്ങനെ നമ്മൾ വിനായകനെ സ്ഥാപിച്ചു, ഡെക്കറേറ്റ് ചെയ്തു, പ്രസാദം വെച്ചു, ആരതിയൊക്കെ ഒഴിഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ പൂജ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. ഇന്നത്തെ ദിവസം എനിക്ക് ആക്ച്വലി ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇന്നേ വരെ വിനായക ചതുർത്ഥിക്ക് ഇതേപോലത്തെ പൂജയൊന്നും ചെയ്തിട്ടില്ല. ഇതാണ് ഗൈസ് നമ്മുടെ കുഞ്ഞു വിനായകൻ, കാണാൻ നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഗൈസ് ഇന്നത്തെ ഹെക്ടിക് ഡേക്ക് ശേഷം എനിക്കല്ല ബാക്കിയുള്ളവർക്ക് നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അത്തമ്മയും കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിതേ പായസം കഴിക്കുന്നു. ഇറ്റ് വാസ് റിയലി യമ്മി. പിന്നെ ദേ പുളിഹോര, ചപ്പാത്തി, പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള കറി. അപ്പോൾ ഇന്നത്തെ ഫുഡ് വാസ് റിയലി അമേസിങ് ആൻഡ് ഇന്നത്തെ ഡേ വാസ് റിയലി എക്സൈറ്റിംഗ്. അപ്പോൾ ശരി ഗൈസ്, മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. സീ യു, ബൈ.